ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പഴുത്ത പോയ കറുത്ത തൊലിയൊക്കെ ആയ ഏത്തയ്ക്ക കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ, ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. എങ്കിൽ നമുക്ക് ഹെൽത്തിയായ ഒരു ഐറ്റം അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് ഒരു 2 ഏത്തപ്പഴം ഞാൻ തൊലി കറുത്തത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്ലൈസ് ബ്രെഡും 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്കൊരു പാനിലേക്ക് ഈ തേങ്ങയിട്ട് ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമയം ഒന്ന് തോർന്ന് കിട്ടിയാൽ മാത്രം മതി, മൂത്തൊന്നും പോകണ്ട. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡിനോടൊത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. കാരണം ബ്രെഡിനകത്തിടുമ്പോൾ ഈ വെള്ളമയം ഉണ്ടെങ്കിൽ ഈ ബ്രെഡൊന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളിതൊന്ന് വറുത്ത് എടുക്കുന്നത്, ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. ഒരല്പം പോലും കഷ്ണങ്ങളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഒരല്പം ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 ഏലക്ക. പിന്നെ ഈ ബ്രെഡൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കീറിയിട്ടതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച തേങ്ങ തണുത്തിട്ടുണ്ട്, അതും ചേർത്ത് പിന്നെ ഒരല്പം പഞ്ചസാര. ഇത് ഏത്തയ്ക്കയുടെ മധുരം അനുസരിച്ച് നല്ല മധുരമുള്ള ഏത്തയ്ക്ക ആണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഈ ഏത്തയ്ക്കയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ ബ്രെഡ് ഏത്തയ്ക്ക ഒത്തിരി പഴുത്തതാണെങ്കിൽ വെള്ളമയം കൂടുതൽ കാണും. ഞാൻ ഈ 4 സ്ലൈസ് ബ്രെഡ് പോരായിരുന്നു, ഒരു 2 സ്ലൈസ് ബ്രെഡ് കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വേറൊരു ഷേപ്പിലേക്ക് മാറ്റും. നന്നായിട്ട് ആദ്യം ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു കട്ടിംഗ് ബോർഡിലോ ചപ്പാത്തി പലകയിലോ വെച്ച് ഇത് വേറൊരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് എണ്ണയിലൊന്നും അല്ല നമ്മളിത് വറുത്തെടുക്കുന്നത്, നമ്മൾ അല്പം നെയ്യ് മാത്രം മതി. നല്ല ഹെൽത്തിയായ ഒരു പലഹാരമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ചെറിയൊരു കട്ടിംഗ് ബോർഡാണ് എനിക്കുള്ളത്, അതുകൊണ്ട് അതിൽ വെച്ച്, കാരണം ഇതൊരു കനം കുറച്ച് എടുത്ത് വേണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഇതൊന്ന് 2 സൈഡ് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതൊരു അടിപൊളി പലഹാരമായിട്ട് മാറുന്നത്. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. ഹെൽത്തിയുമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഏത്തപ്പഴം നമുക്ക് കളയാനും തോന്നത്തില്ല, നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എനിക്ക് ആ കട്ടിംഗ് ബോർഡെ പറ്റാഞ്ഞിട്ട് ഞാനൊരു ചപ്പാത്തി പരത്തുന്ന ഷീറ്റിലോട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം അതേപോലെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് പഴുത്ത ഏത്തയ്ക്ക ആയിരുന്നുകൊണ്ട് നല്ലതായിട്ട് മുറിഞ്ഞൊക്കെ പോകും. നമ്മളത് കറക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കണം. എനിക്കും നന്നായിട്ട് നല്ല ഷേപ്പിലൊന്നും കിട്ടിയില്ല, കാരണം ഒരു ബ്രെഡ് കൂടെയൊക്കെ ഇടാമായിരുന്നു എന്നെനിക്ക് പിന്നെ തോന്നി. എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായി കിട്ടിയേനെ. പക്ഷെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. ഉണ്ടാക്കി നോക്കണം, കാരണം എളുപ്പമാണ്. അങ്ങനെ ഞാൻ എല്ലാ ഉരുളകളും അങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ അടുപ്പത്ത് വെച്ച് അല്പം നെയ്യ് ഒഴിക്കുക. ഒരു 1-2 സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ച് ഇത് ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി വിഭവം തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. നെയ്യുടെ ടേസ്റ്റും ഏത്തയ്ക്കയും തേങ്ങയും എല്ലാം കൂടെ വേണേൽ കുറച്ച് നട്ട്സ് കൂടൊക്കെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തിരിച്ചിടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.